പ്രിയമുള്ളവരെ, നമ്മൾ കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ 2001 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൻ്റെ പ്രകടനം ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുന്തോറും മോശമായി വരുന്നതായി കാണാം. 2001 63 സീറ്റിലാണ് കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിച്ചത്. സ്വതന്ത്രൻ വാഹിദ് ഉൾപ്പെടെ, കഴക്കൂട്ടത്ത് നിന്ന് ജയിച്ച വാഹിദ് ഉൾപ്പെടെ അന്ന് UDF 100 സീറ്റ് നേടി അധികാരത്തിലെത്തിയ ഒരു വർഷമായിരുന്നു 2001 നിയമസഭാ തെരഞ്ഞെടുപ്പ്. പക്ഷേ അതിനെ തുടർന്ന് കേരളത്തിലെ കോൺഗ്രസിൽ വലിയ ഗ്രൂപ്പ് വഴക്കുകൾ ഉണ്ടായി. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗ്രൂപ്പിസമാണ് കോൺഗ്രസിൽ പിന്നീട് കണ്ടത്. കരുണാകരൻ മുരളീധരനെ നേതൃസ്ഥാനത്ത് എത്തുന്നതിന് വേണ്ടി കളിച്ച ഗ്രൂപ്പ് കളികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അന്ന് ഈ മുണ്ടുരിഞ്ഞതുമായി ബന്ധപ്പെട്ട വിവാദം, അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ, കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് രാഷ്ട്രീയം ഏറ്റവും കഠിനമായി ആളുകൾക്ക് മടുക്കുന്ന രീതിയിലേക്ക് കടന്നുപോയി എന്നത് വലിയ വസ്തുതയാണ്. 2003 എറണാകുളത്ത് നടന്ന ബൈ ഇലക്ഷനിൽ അവിടെ CPM സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ പോൾ മത്സരിച്ചത് ടെലിവിഷൻ ചിഹ്നത്തിലായിരുന്നു. അന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി MO ജോൺ ആയിരുന്നു. അന്ന് കരുണാകരൻ പറഞ്ഞത് TV ഓണാക്കാനാണ്. അതായത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്ന സെബാസ്റ്റ്യൻ പോളിൻ്റെ ചിഹ്നമായ TV ഓണാക്കുവാൻ കരുണാകരൻ അന്ന് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായി. അതായത് CPM അനുകൂലമായി വോട്ട് ചെയ്യുക എന്ന് I ഗ്രൂപ്പിന് നിർദ്ദേശം നൽകുന്ന ഒരു സമീപനം കരുണാകരൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെ ആ തെരഞ്ഞെടുപ്പിൽ സെബാസ്റ്റ്യൻ പോൾ വിജയിച്ചു. KPCC അതിനുശേഷം വലിയ ഗ്രൂപ്പ് തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടായി. അതിനുശേഷം ഈ ലോക്സഭാ ഇലക്ഷനോടനുബന്ധിച്ച് ചില അനുരഞ്ജനങ്ങളൊക്കെ ഉണ്ടായി. 2004 ലോക്സഭാ ഇലക്ഷനോടനുബന്ധിച്ച് അങ്ങനെ KPCC പ്രസിഡന്റ് ആയിരുന്ന മുരളീധരൻ രാജിവെച്ച് വടക്കാഞ്ചേരിയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചു. വടക്കാഞ്ചേരിയിൽ MLA ആയിരുന്ന മുൻ മന്ത്രി ബലറാം, അദ്ദേഹം മത്സരിച്ച് കോഴിക്കോടേക്ക് ലോക്സഭയിലേക്ക് മത്സരിച്ചു. പക്ഷേ രണ്ടുപേരും പരാജയപ്പെട്ടു. കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം 2004 ലോക്സഭാ ഇലക്ഷനിൽ ഏറ്റുവാങ്ങി. KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിച്ച അന്ന് അദ്ദേഹം മന്ത്രി കൂടിയായിരുന്നു, വൈദ്യുതി മന്ത്രിയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ, മുരളീധരൻ. അദ്ദേഹം രാജിവെച്ചു, KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിച്ചു. അദ്ദേഹവും പരാജയപ്പെട്ടു. അദ്ദേഹത്തിന് വേണ്ടി ഒഴിഞ്ഞുകൊടുത്ത ബലറാം, വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലം ഒഴിഞ്ഞുകൊടുത്ത ബലറാം കോഴിക്കോട് ലോക്സഭയിലേക്ക് മത്സരിച്ചു. അദ്ദേഹം പരാജയപ്പെട്ടു. ലോക്സഭാ മണ്ഡലത്തിൽ 20-ൽ 19 സീറ്റും UDF മനോഹരമായി തോറ്റു. ഒരു സീറ്റിൽ E അഹമ്മദ് മാത്രമാണ് അന്ന് UDFന് വേണ്ടി വിജയിക്കുവാൻ കഴിഞ്ഞത്. അത് കോൺഗ്രസിൻ്റെ വലിയ ഗ്രൂപ്പ് വഴക്കുകളുടെയൊക്കെ ഒരു പ്രതിഫലനമായിരുന്നു എന്ന് കാണാം. പക്ഷേ അതിനുശേഷം കോൺഗ്രസ് DAC ആയി പിളർന്നു. DAC ആയി പിളർന്നതിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ DAC, മുരളീധരൻ നേതൃത്വം നൽകുന്ന DAC ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം ചേർന്ന് മത്സരിച്ചു. പക്ഷേ 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DIC എന്ന് പറയുന്ന പാർട്ടിയെ ഇടതുമുന്നണിയിൽ എടുക്കുന്നതിന് VS അച്യുതാനന്ദൻ ചില എതിർപ്പുകൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് DIC വീണ്ടും കോൺഗ്രസിൽ UDFൽ ഘടകകക്ഷിയായി. അതായത് കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞുപോയ മുരളീധരൻ്റെ DIC കോൺഗ്രസിൽ ഘടകകക്ഷിയായി. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് മത്സരിച്ച DICയും കോൺഗ്രസും ഒക്കെ വലിയ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. 23 സീറ്റിലാണ് കോൺഗ്രസ് വിജയിച്ചത്. അതായത് 2001 63 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് 40-ൽ പരം സീറ്റുകൾ നഷ്ടപ്പെട്ട് 23-ൽ സീറ്റുകളെത്തി എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. 18-19 സീറ്റിൽ മത്സരിച്ച DICക്ക് ഒരു സീറ്റ് കുട്ടനാട് തോമസ് ചാണ്ടി മാത്രമാണ് വിജയിച്ചത്. അങ്ങനെ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിസം കോൺഗ്രസിനെ താഴോട്ടടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് 2001 വലിയ വിജയത്തിന് ശേഷം 63 സീറ്റ് കിട്ടിയ വിജയത്തിന് ശേഷം കോൺഗ്രസിനെ ബാധിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. ഗ്രൂപ്പിസം കോൺഗ്രസിനെ തിരികെ അടിച്ചു. 2001 63 സീറ്റ് കിട്ടിയ കോൺഗ്രസ് 2006 23 സീറ്റിലേക്ക് ഒതുങ്ങി എന്നത് വലിയ വാസ്തവമാണ്. മറ്റൊരു കാര്യം, കോൺഗ്രസിൻ്റെ ഈ ഇലക്ഷൻ പരാജയങ്ങൾക്ക് കാരണം മണ്ഡല പുനർനിർണയമാണ്. 2006 നിയമസഭാ ഇലക്ഷന് മുന്നോടിയായി നടന്ന മണ്ഡല പുനർനിർണയത്തിന് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഈ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത ആളുകൾ കപ്പലണ്ടിയും അണ്ടിപ്പരിപ്പും ഒക്കെ ചായമൊക്കെ കുടിച്ച് വായി നോക്കി നിന്നു. അങ്ങനെ CPM അവർക്ക് വിജയിക്കാൻ പറ്റുന്ന മണ്ഡലമായ, എങ്ങനെ മത്സരിച്ചാലും വിജയിക്കുവാൻ പറ്റുന്ന രീതിയിൽ 50-ൽ പരം നിയമസഭാ മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഈ മണ്ഡല പുനരേകീകരണത്തിൻ്റെ ഭാഗമായി CPMനുണ്ട് എന്നാണ് പറയുന്നത്. അതായത് CPM അവർക്ക് വിജയിക്കുവാൻ പാകത്തിന് മണ്ഡലങ്ങളൊക്കെ വെട്ടിവെച്ചു. അതും കോൺഗ്രസിൻ്റെ തുടർന്നുള്ള പരാജയങ്ങൾക്ക് കാരണമായി. മറ്റൊന്ന്, ഈ ക്രിസ്ത്യൻ മുസ്ലിം വോട്ട് ബാങ്കുകൾ അത് കോൺഗ്രസിൻ്റെതായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം ഈ CPMമാർ അവിശ്വാസികളാണ്, ദൈവവിശ്വാസമില്ലാത്തവരാണ് എന്നൊരു വിശ്വാസം ഈ യാഥാസ്ഥികരായ മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങൾ വെച്ചു പുലർത്തിയിരുന്നത് കൊണ്ട് അവർ CPMന് അനുകൂലമായി വോട്ടിടാൻ വിമുഖത കാണിച്ചിരുന്നു. പക്ഷേ
ഈ 2001 ശേഷം ആ സമുദായ അംഗങ്ങൾക്കിടയിൽ CPM-ന് കടന്നു കയറുവാൻ കഴിഞ്ഞു. വടക്കൻ മലബാറിൽ ലീഗിന്റെ ബെൽറ്റുകൾ ഒഴിച്ച് തെക്കോട്ട് വരുന്തോറും കോൺഗ്രസിനോടൊപ്പമല്ല CPM-നോടൊപ്പമാണ് മുസ്ലിം സമുദായം എന്ന ഒരു ധാരണ അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യം ഈ അവസരത്തിൽ നിലനിൽക്കുന്നുണ്ട്. ക്രൈസ്തവ സമുദായങ്ങൾക്കിടയിലും മധ്യ കേരളത്തിലെ ക്രൈസ്തവ സമുദായങ്ങൾക്കിടയിലേക്കും CPM-ന് വളർന്നു കയറുവാൻ കഴിഞ്ഞതും കോൺഗ്രസിന്റെ തിരിച്ചടിയായിട്ടുണ്ട്. മറ്റൊന്ന്, ഈ മുന്നോക്ക ഹിന്ദു വോട്ടുകളിൽ, നായർ സമുദായം ഉൾപ്പെടുന്ന മുന്നോക്ക വോട്ടുകളിലേക്ക് BJP-യുടെ കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ട്. അതും കോൺഗ്രസിന്റെ ഒരു തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ വാസ്തവം. ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് വിലയിരുത്തി ഒരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പും കോൺഗ്രസിനെ സംബന്ധിച്ച് ബാലികേറാമലമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി നമ്മൾ 2011 കോൺഗ്രസ് അധികാരത്തിലോട്ട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു റിസൾട്ട് എടുത്ത് നോക്കിയാൽ UDF 72 സീറ്റുകളിലാണ് വിജയിച്ചത്. LDF 68 സീറ്റ്, കേവലം 2 സീറ്റുകളുടെ മെജോറിറ്റിയിൽ മാത്രമാണ് UDF അധികാരത്തിലെത്തിയത്. 45 സീറ്റുകൾ ലഭിച്ച CPM ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി. UDF അധികാരത്തിൽ വരുമ്പോഴും 38 സീറ്റുകൾ മാത്രമായിരുന്നു കോൺഗ്രസിന് ഉണ്ടായിരുന്നത് എന്ന ഒരു വസ്തുത കൂടി നമ്മൾ ഈ അവസരത്തിൽ ചേർത്ത് വെക്കണം. ഒരുപക്ഷെ രണ്ടാമത് VS അച്യുതാനന്ദൻ അധികാരത്തിൽ വരണ്ട എന്ന് CPM-ലെ ഒരു വിഭാഗം തീരുമാനിച്ചില്ലായിരുന്നുവെങ്കിൽ 2011 ഇലക്ഷനിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമായിരുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. കാരണം കുറച്ച് സീറ്റുകളിൽ CPM-ൽ കാലുവാരം നടന്നിരുന്നു എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അതുകൊണ്ടാണ് രണ്ടാമത് അച്യുതാനന്ദൻ സർക്കാർ അധികാരത്തിൽ വരാത്തതും ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ 2011 UDF സർക്കാർ അധികാരത്തിൽ വന്നത്. അതായത് 2001 മുതൽ കോൺഗ്രസ് കാണിച്ച കടുത്ത ഗ്രൂപ്പിസവും അതുപോലെ മണ്ഡല പുനരേകീകരണവും ഒക്കെ കോൺഗ്രസിന്റെ വലിയ പരാജയത്തിന് കാരണമായി എന്ന യാഥാർത്ഥ്യം നമ്മൾ ഈ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ വ്യക്തമാകുകയാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയാൽ CPM 58 സീറ്റ് നേടിയിട്ടുണ്ട്. CPM അധികാരത്തിൽ വരുന്ന ഇലക്ഷൻ കോൺഗ്രസിന്റെ അംഗബലം 22 കുറഞ്ഞു. വലിയ അന്തരം നമുക്കിത് കാണാൻ പറ്റും. നേരത്തെയൊക്കെ അപ്രമാദിത്വം ഉണ്ടായിരുന്ന കോൺഗ്രസിന് ഏറ്റവും വലിയ 2001 ഏറ്റവും വലിയ പാർട്ടിയായിരുന്ന 2001 മുമ്പുള്ള ഇലക്ഷൻ പരിശോധിച്ചാലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്ന കോൺഗ്രസ് 22 സീറ്റ് എന്ന രീതിയിലേക്ക് കൂപ്പുകുത്തുന്നു. 58 സീറ്റ് CPM നേടുന്നു. 91 സീറ്റുമായിട്ട് 2016 CPM അധികാരത്തിലെത്തുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നോക്കിയാൽ 62 സീറ്റ് CPM ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടം കൈവരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒന്നാകുന്നു. ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുന്നു. കോൺഗ്രസിന്റെ സീറ്റുകൾ 22 കുറയുന്നു. നോക്കണം, നമ്മൾ 2001 63 സീറ്റുകൾ ഉണ്ടായിരുന്ന കോൺഗ്രസ് 22 സീറ്റുകളായി കുറയുന്നു ഈ 20 വർഷങ്ങൾക്ക് ശേഷം എന്ന വലിയ യാഥാർത്ഥ്യമുണ്ട്. ഗ്രൂപ്പിസം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. കോൺഗ്രസിന്റെ ആ 2001 ഗ്രൂപ്പിസം അത് ജനങ്ങൾക്ക് മടുത്തിരുന്നു. അതുപോലെ ക്രൈസ്തവ മുസ്ലിം സമുദായങ്ങളുടെ വോട്ട് ബാങ്കുകളിലേക്ക് CPM കടന്നു കയറിയിരിക്കുന്നു. മുന്നോക്ക ഹിന്ദു വോട്ടുകൾ BJP-യുടെ കടന്നുകയറ്റം, ഇതൊക്കെ കോൺഗ്രസ് സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിട്ടുണ്ട് എന്ന ഒരു വിലയിരുത്തലുണ്ട്. കോൺഗ്രസ് ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് വിലയിരുത്തി മുന്നോട്ട് പോയില്ല എങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പും കോൺഗ്രസ് സംബന്ധിച്ച് വലിയ പ്രയാസകരമായിരിക്കുമെന്ന കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മറ്റൊരു കാര്യം, ഇനി കോൺഗ്രസിന്റെ ഗ്രൂപ്പിസം മൂലം തകർച്ച ഉണ്ടായ 2001 മുമ്പുള്ള ഇലക്ഷൻ റിസൾട്ട് നോക്കിയാൽ നമുക്ക് 1997 കോൺഗ്രസിന്റെ ഒരു ഇലക്ഷൻ റിസൾട്ട് നോക്കിയാൽ 91 നോക്കിയാൽ നമുക്ക് കിട്ടുന്ന ഒരു സീറ്റ് വിഹിതം എന്ന് പറയുന്നത് കോൺഗ്രസ് 55 സീറ്റ്, CPM 28 സീറ്റാണ് 1991. അപ്പോൾ കോൺഗ്രസിന്റെ ഒരു അപ്രമാദിത്യം ആ ഇലക്ഷനിൽ നോക്കണം. അതുപോലെ 87 കോൺഗ്രസ് 33 സീറ്റ്, CPM 38 സീറ്റ് നിയമസഭയിൽ. വെറും 3 സീറ്റിന്റെ വ്യത്യാസത്തിലാണ് LDF അധികാരത്തിലേറുന്നത് എന്നൊരു വ്യത്യാസം കൂടിയുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഇലക്ഷൻ റിസൾട്ടൊക്കെ നോക്കിയാൽ ഈ 2001 മുമ്പുള്ള ഇലക്ഷൻ റിസൾട്ട് 2001 മുമ്പ് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് CPM-ന്റെ സീറ്റ് 40 കോൺഗ്രസിന്റെ 37 സീറ്റുമായിരുന്നു. 2001 മുമ്പ് നിയമസഭാ ഇലക്ഷൻ നടക്കുന്നത് 1996 ആ ഇലക്ഷനിൽ CPM അധികാരത്തിൽ വരുമ്പോൾ കോൺഗ്രസിന് 37 സീറ്റും CPM-ന് 40 സീറ്റുകളുമാണ്. അതായത് വെറും 3 സീറ്റിന്റെ വ്യത്യാസം മാത്രമാണ് അധികാരത്തിലുള്ള CPM-ഉം കോൺഗ്രസും തമ്മിലുള്ളത്. LDF-ന് 80 സീറ്റും UDF-ന് 59 സീറ്റും 0.95 വ്യത്യാസങ്ങളിൽ മാത്രമാണ് മിക്കപ്പോഴും LDF അധികാരത്തിൽ വരുന്നത് എന്ന 1% താഴെ വോട്ടുകൾക്ക് മാത്രമായിരുന്നു വരുന്നത്. കോൺഗ്രസ് 2001 മുമ്പ് വലിയ ഒരു കക്ഷിയായിരുന്നു, കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായിരുന്നു. കോൺഗ്രസിന്റെ ഗ്രൂപ്പിസമാണ് കോൺഗ്രസിനെ തകർത്തത് എന്ന് നമ്മൾ ഈ വസ്തുതകൾ 2001 ഇലക്ഷൻ റിസൾട്ടും അതിന് മുമ്പുള്ള ഇലക്ഷൻ റിസൾട്ടും അതിനുശേഷമുള്ള ഇലക്ഷൻ റിസൾട്ടും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ വ്യക്തമാകുകയാണ്. കോൺഗ്രസിന്റെ യുവ നേതൃത്വം ശ്രദ്ധിച്ചില്ല എങ്കിൽ കോൺഗ്രസ് ഈ ഗ്രൂപ്പിസത്തിന്റെ അതിപ്രസരം ഇനിയും
നിലനിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി. കഴിഞ്ഞ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് അതിൽ നിന്നൊക്കെ വിമുഖത പ്രകടിപ്പിച്ചതായിരുന്നു. പക്ഷേ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ പരസ്പരം പാര വയ്ക്കലും എ ഗ്രൂപ്പിനെ തോൽപ്പിക്കലും ഐ ഗ്രൂപ്പിനെ തോൽപ്പിക്കലും ഒക്കെ കോൺഗ്രസിനുണ്ട്. അത് ഒക്കെ പരിഹരിച്ചില്ലെങ്കിൽ വലിയ പരാജയം 2026 ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. മിക്കപ്പോഴും കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ഒക്കെ ഒരു ധാരണ 2021 മുമ്പ് ഒരു ഇലക്ഷനിൽ LDF ജയിക്കും, അടുത്ത ഇലക്ഷനിൽ UDF ജയിക്കും എന്നായിരുന്നു. കാരണം ഓരോ പ്രാവശ്യവും മാറി മാറിയാണ് കേരളത്തിൽ ഇലക്ഷനിൽ ആളുകൾ പാർട്ടികളെ മുന്നണികളെ വിജയിപ്പിക്കുന്ന ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ 2021 കൊണ്ട് അത് മാറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരും വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ 10 വർഷമായി 2 തവണയായിട്ട് പിണറായി സർക്കാർ ഇരിക്കുകയാണ്. അതുകൊണ്ട് വലിയ വിരുദ്ധ തരംഗമുണ്ട്, അതുകൊണ്ട് നമുക്ക് വിജയിച്ചു കയറാമെന്നാണ്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണെന്നറിയില്ല. ഈ ഗ്രൂപ്പിസവും ഒപ്പം നഷ്ടപ്പെട്ടു പോയ സമുദായ വോട്ടുകളും ഒക്കെ തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ കോൺഗ്രസ് 2026 കഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും വലിയൊരു യുവനിരയെ ഇവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് കേൾക്കുകയാണ്. വിജയ് ഇന്ദുചൂടൻ ഉൾപ്പെടെ, അതുപോലെ ആൻ അഗസ്റ്റിൻ ഉൾപ്പെടെ KSUവിൻ്റെ ആ യുവനിരത്തിൽ കോൺഗ്രസിന്റെ പ്രതീക്ഷയെ അർപ്പിക്കാം എന്നൊരു വസ്തുതയുണ്ട്. തൽക്കാലം ഈ വീഡിയോയുമായി വാങ്ങുന്നു. മറ്റു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.